ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ പെർഫോമൻസ് കുട്ടിയും കോലും റൗണ്ടാണ്. അതിനായി സ്വാഗതം ചെയ്യാം യാഷിക് ആൻഡ് റിഫ മോൾ. യാഷിക് ആൻഡ് റിഫ മോൾ, ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? മുഷ്താഖ് ജിന്നിന്റെ പാട്ടാണ്. ഓക്കെ, എന്തായാലും നന്നായി തന്നെ പാടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. മുഷ്താഖ് ജിന്നിന്റെ കോട്ടയിൽ വാഴും കാലം മുഖം വാടി ഹുസ്നുൽ ജമാല് മേലിഞ്ഞു കോലം മുഷ്താഖ് ജിന്നിന്റെ കോട്ടയിൽ വാഴും കാലം മുഖവാടി ഹുസ്നുൽ ജമാല് മേലിഞ്ഞു കോലം അകമൊന്ന് ശോകം പറഞ്ഞവൾ ജിന്നിനോട് അതു കേട്ട് ജിന്നിന് കാരുണ്യം പെണ്ണിനോട് ബദറുൽ മുനീരിനെ കണ്ട് കേട്ടും നിനക്ക് ബദറൊത്ത പെണ്ണേ നീ കീഴാതെ അടങ്ങി നിൽക്ക്. മുഷ്താഖ് ജിന്നിന്റെ കോട്ടയിൽ വാഴും കാലം മുഖംവാടി ഹുസ്നുൽ ജമാല് മേലിഞ്ഞു കോലം കൊല്ലങ്ങൾ ഏറെ കഴിഞ്ഞു പോയെന്നാകിലും അല്ലൽ നീനക്ക് വരികില്ലാതെല്ലെങ്കിലും ജിന്നായ ജിന്നെല്ലാം ഉള്ളിലേത് കരുതും ജിന്മക്കൾ പോയിട്ട് നാലു ഭാഗത്തും പരതും. മുഷ്താഖ് ജിന്നിന്റെ കോട്ടയിൽ വാഴും കാലം മുഖംവാടി ഹുസ്നുൽ ജമാല് മേലിഞ്ഞു കോലം കുളിർമതി പൂത്ത് ഹുസ്നുൽ ജമാലിനുള്ളിൽ കുരുക്കുത്തി മുല്ല വിരിയുന്നല്ലോ ചോര ചുണ്ടിൽ ബദറുൽ മുനീരെ കിനാവേ അടുത്ത് വായോ ഹൃദയപൂമ്പാത്രത്തിൽ എന്തെങ്കിലും തായോ. മുഷ്താഖ് ജിന്നിന്റെ കോട്ടയിൽ വാഴും കാലം മുഖംവാടി ഹുസ്നുൽ ജമാല് മേലിഞ്ഞു കോലം
ജമാലേ മേലിഞ്ഞു കോലം. യാഷിക് ചേച്ചി അങ്ങനെ ഉണ്ടായിരുന്നു? നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ല പോട്ടെ. പ്രാക്ടീസ് ചെയ്ത പോലെ വന്നോ? ആ കുഴപ്പമില്ല. റിഫാമോൾ അങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ പാട്ട്? നന്നായി പാടി. നന്നായി പാടി. പാട്ട് കേട്ടു നിന്നോ? ഇല്ല. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സജില. യാഷിക് ആൻഡ് റിഫമോൾ, എക്സലന്റ് സിംഗ്. നന്നായി പാടി രണ്ടാളും. റിഫുകുട്ടി ഇങ്ങനെ പാടിയാൽ വലുതായാലും ഇങ്ങനെ പാടുക. അയ്യോ, എന്താണ് വലിയ സിംഗേഴ്സ്, ഫീമെയിൽ സിംഗേഴ്സ് ഒക്കെ പാടുന്ന പോലെ ഉണ്ട് കേട്ടോ ഓരോ സംഗതികളൊക്കെ. കാരണം യാഷിക് ഇങ്ങനെ പാടി വരുമ്പോൾ അതുപോലെ തന്നെ റിഫ ഇങ്ങോട്ടും പാടി കൊടുക്കാണ്, അങ്ങോട്ട് കൊടുക്കാണ്, ഇങ്ങോട്ട് കൊടുക്കാണ്. നന്നായി പാടിയ റിഫക്കുട്ടി, നന്നായി പാടി. പിന്നെ യാഷിക്, പീർക്കാട് എനിക്ക് തോന്നുന്നത് അധികം റിയാലിറ്റി ഷോസിലൊന്നും അധികമൊന്നും വരാത്ത ഒരു സോങ്, പീർക്ക ശൈലജ ചേച്ചി പാടിയ നല്ല സോങ് കേട്ടോ. എന്താ പറയുക, കുറേ സംഗതികളൊക്കെ ഉണ്ട് പാടിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് അനുപല്ലവീൻ്റെ ഒക്കെ തുടക്കത്തിൽ എന്ത് വൃത്തിയായിട്ടാണ് പാടുന്നത്. അനുപല്ലവീൻ്റെ ഫസ്റ്റ് 2 ലൈൻ, ചരണത്തിൻ്റെ ഫസ്റ്റ് 2 ലൈൻ, അനുചരണത്തിലെ ഫസ്റ്റ് 2 ലൈൻ കുറച്ച് പെർഫെക്ഷൻ കുറഞ്ഞെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനുപല്ലവിയുടെ ആ ഒരു ഫസ്റ്റ് 2 ലൈൻ നല്ല വൃത്തിയായിട്ട് പാടി. പിന്നെ ആകെ ഒരു കുഞ്ഞു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, അതെന്തായാലും വരുമല്ലോ അല്ലേ, ശ്വാസത്തിൻ്റെ. അത് അങ്ങനെ അത്രയധികം അറിഞ്ഞില്ലെങ്കിൽ പോലും എന്താ പറയുക, ഒരു ചെറിയൊരു പോർഷൻ പോലും പാടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ശ്വാസത്തിൻ്റെ. ആ ഒരു എൻഡിലെത്തുമ്പം എനിക്ക് തോന്നുന്നത് ആ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഓർത്തുകൊണ്ടായിരിക്കാം ചില സ്ഥലത്തൊക്കെ പെർഫെക്ഷൻ കുറയുന്നത്. ആ ഒരു കുറവും കൂടി ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരുന്നു. എന്താണെങ്കിലും ടോട്ടലി നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ ഓർക്കസ്ട്ര സൂപ്പർബായിരുന്നു. കാരണം ഒറിജിനലാണോ നിങ്ങൾ വായിച്ചത്? അല്ല, ശരിക്കും അറബിക് സ്റ്റൈലിൽ തുടങ്ങി നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു പാട്ടിന് വേറെ തന്നെ ഒരു കളറായിരുന്നു നിങ്ങൾ കൊടുത്തത്. ബിജുക്ക, കമറുക്ക, ഓൾ ടീം എല്ലാവർക്കും നന്നായി ഒരു കൈയടി കൊടുക്കാട്ടോ ഓർക്കസ്ട്ര. താങ്ക് യു സജില. ഫിറോസിക്ക. യാഷിക് നന്നായി പാടി, വളരെ പുതുമയുള്ളൊരു പാട്ട് കേട്ടോ. പി ടി അബ്ദുറഹ്മാൻ കെയുടെ മികവാർന്ന വരികൾ, ആ വരികളിലേക്കൊന്നും കടന്നു പോകാനില്ല. മോനൊരു ചരിത്രം പറഞ്ഞുതരാം അബ്ദുറഹ്മാൻ കെയുടെ. പി ടി അബ്ദുറഹ്മാൻ കെയുടെ ഒരു പാട്ടിൽ മാത്രമാണത്രേ പ്രാസം ആണല്ലോ പാട്ടിൻ്റെ ഏറ്റവും വലിയ അല്ലേ, ആദ്യാക്ഷരപ്രാസം, അന്ത്യാക്ഷരപ്രാസം, കൊമ്പ്, കഴുത്ത്, കമ്പി, വാൽക്കമ്പി, വാലുമേൽ കമ്പി. ഈ നിയമങ്ങൾ അനുസരിച്ച് മാപ്പിളപ്പാട്ട് എഴുതപ്പെടണം അല്ലേ. പല പാട്ടുകളും പരിശോധനയ്ക്ക് വിധേയമാക്കണം നമ്മൾ. ഇവിടെ അതവിടെ നിൽക്കട്ടെ. എന്നാലും പെരുത്തു മൊഞ്ചുള്ള ഒരുത്തിയോടൊന്ന് അടുത്ത് കൂടാൻ പൂതി എന്നാണ് ആദ്യത്തെ വരി തീരുന്നത്. പാട്ടറിയോ മോന്? 14 രാവിലെ പി ടി അബ്ദുറഹ്മാൻ കെയുടെ പാട്ടാണ്. രാഘവമാഷയുടെ ഈണം. പെരുത്ത് മൊഞ്ചുള്ളൊരുത്തിയോടൊന്നടുത്ത് കൂടാൻ പൂതി. എന്താ തീരുന്ന വാക്ക്? പൂതി അല്ലേ. കിനിഞ്ഞ നേരം തുനിഞ്ഞു ഞാനൊരു നഷിത പാടാൻ. ആ വരി തീരുന്ന എന്താ? ആ വരി തീരുന്നത് എന്താ? പാടാൻ. അപ്പൊ പൂതി, പാടാൻ. അതെന്താ അബ്ദുറഹ്മാൻക അവിടെ പ്രാസം ചേർന്നില്ലല്ലോ? നിങ്ങൾക്ക് അങ്ങനെ പറ്റുമോ? ഇത് റഹ്മാൻക പറഞ്ഞ കഥയാണ് മരിക്കുന്നതിൻ്റെ മുമ്പ്. നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ? പ്രാസം അവസാനം ചേർന്നില്ലല്ലോ, അക്ഷരങ്ങൾ ചേർന്നില്ല. റഹ്മാൻക പറഞ്ഞ കഥ കേൾക്കണോ? അതായത് ആ റെക്കോർഡിങ്ങിന് രാഘവ മാഷയുടെ കൂടെ അതിൻ്റെ കമ്പോസിഷൻ ഇരിക്കാൻ റഹ്മാൻകയ്ക്ക് കഴിഞ്ഞില്ല. മാഷ് എന്തോ ഒരു സാഹചര്യത്തിൻ്റെ കാരണം കൊണ്ട് പെരുത്തു മുഞ്ചുള്ള ഒരുത്തിയോടൊന്ന് അടുത്ത് കൂടാൻ എന്നാണ് റഹ്മാൻക്ക് എഴുതി കൊടുത്തത്. കൂടാൻ ഹൈഫൺ പൂതി. കിനിഞ്ഞ നേരം തുനിഞ്ഞു ഞാനൊരു നഷിത പാടാൻ. കണ്ടോ? അപ്പോ കൂടാൻ, പാടാൻ. റഹ്മാൻക്ക് എഴുതി കൊടുത്തത് അങ്ങനെ തന്നെയാണ്. പൂതി എവിടെയായിരുന്നു വെക്കേണ്ടത്? സെപ്പറേറ്റ് വെക്കണം. പക്ഷേ മാഷ് അത് ട്യൂൺ കൊടുത്തപ്പോൾ, റഹ്മാനന്ദൻ സാറെ കൊണ്ട് പാടിച്ചപ്പോൾ പെരുത്ത് മൊഞ്ചുള്ളൊരുത്തിയോടൊന്ന് അടുത്ത് കൂടാൻ പൂതി എന്ന് വെച്ചു. അപ്പൊ പൂതിയിലായി പാട്ട് തീരുന്നത്. ഒരു കവിയെ അളക്കാൻ ഇതിലപ്പുറം എന്ത് വേണം മോനെ അല്ലേ? അത് മാത്രമേ എന്നോട് ആളുകൾ ചോദ്യം ചെയ്തൊരു എൻ്റെ ലിറിക്സിൽ ഒരു കാര്യമുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതല്ല, പലരും ഏറ്റു പറയുന്നു. അത്ര വലിയൊരു കവിയുടെ പാട്ട്. പീർക്കയും എം ശൈലജയും, അത് എടുത്ത് പറയണം. SP ശൈലജ അല്ല, പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ശൈലജ ചേച്ചി. SP ശൈലജ SP ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ സിസ്റ്ററാണ്. എം ശൈലജ ഒരുപാട് പാട്ടുകൾ നൽകിയ, സിനിമയിലും പാടിയ അവർ. അറിയോ മോന് ശൈലജ ചേച്ചിയുടെ സിനിമാ പാട്ട്? ഇതളഴിഞ്ഞു വസന്തം ഇലമൂടിപ്പൂവിരിഞ്ഞു ഇതിലെ വരൂ ഇണക്കിളി
ഇളം ചുണ്ടിലോ മനപ്പാട്ടുമായി ജോൺസൺ മാഷയുടെ പാട്ടാണ്. ഇതിൽ ശൈലജ ചേച്ചിയാണ് ഈ ഡ്യുവറ്റിൽ ദാസേട്ടനോട് കൂടെ പാടി. പിന്നെയും പാടിയിട്ടുണ്ട് അവർ സിനിമയിൽ കുറേ ഹമ്മിങ്ങും ഒക്കെ. ചേച്ചിയും പീർക്കയും മനോഹരമായിട്ട് പാടിയ പാട്ട് നിങ്ങൾ മനോഹരമായിട്ട് പാടി കേട്ടോ. എനിക്ക് എന്തൊരു പുതുമ ഫീൽ ചെയ്തെന്ന് അറിയാം. എനിക്ക് മനസ്സിന് എന്തൊക്കെയോ ഒരു കുളിർമ കിട്ടി, ഒരു ഫുൾ ഫ്രഷ്നെസ് എന്ന് പറയില്ലേ, അത് കിട്ടി എനിക്ക് മനസ്സിന്. മനോഹരമായിട്ട് പാടി, രണ്ടാളും നന്നായി പാടി. യാഷിക്കിന് ചെറിയൊരു ബ്രത്ത് തികയാത്ത പ്രശ്നം ചില സ്ഥലങ്ങളിൽ വരുന്നുണ്ട് കേട്ടോ. അത് മോനൊന്ന് പ്രാക്ടീസിലൂടെ കുറേ ആകാരം പാടി ഇങ്ങനെ വെറുതെ പാടുക, അങ്ങനെ പഠിച്ചിട്ടാണ് നമ്മുടെ ബ്രത്തിൻ്റെ പവർ അളക്കുന്നത്. അതൊക്കെ നല്ലതാണ്, അങ്ങനെയൊക്കെ ചെയ്യുക. നല്ല സിംഗറാണ് കേട്ടോ, മനോഹരമായിട്ട് പാടി രണ്ടാളും. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. നജീമുക്ക. യാഷിക്ക് വളരെ ക്ലെവർ ആയിട്ടുള്ളൊരു ചോയ്സാണ് കേട്ടോ. നല്ല പാട്ടാണ്, ഗുഡ് സോങ് സെലക്ഷനാണ്, നന്നായിട്ട് പാടി. റിഫമോൾ നന്നായി സപ്പോർട്ട് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ യാഷിക്ക് പറഞ്ഞ പോലെ തുടക്കം ഇത്തിരി സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ട് ശരിയായി. അനുപല്ലവിയൊക്കെ നല്ല സംഗതിയൊക്കെ ഓക്കെ ആയിരുന്നു, നന്നായിട്ട് തന്നെയായിരുന്നു എല്ലാ ഭാഗങ്ങളും. പിന്നെ ഈ ആ ബോഡി ലാംഗ്വേജാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത്. ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് ഒരു പ്ലസൻറ്റ് സിംഗറാണ്, വളരെ നല്ല കൂളായിട്ടാണ് പാടുന്നത്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു നജീമുക്ക. നേരെ മാർക്സിലേക്ക് പോവാം അല്ലേ? എല്ലാം നല്ല കമന്റ്സ് അല്ലേ പറഞ്ഞു. ഫിറോസിക്ക. യാഷിക്കിന് ഇത്ര പുതുമയുള്ളൊരു പാട്ട് കൊണ്ടുവന്നതിനും കൂടിയാണ് എൻ്റെ ഒരു മാർക്കിൻ്റെ ഒരു ഭാഗം. 39 ഔട്ട് ഓഫ് 40. സജില ഔട്ട് ഓഫ് 30. 28.5. നജീമുക്ക. 28.5. And the total is 96 out of 100. നല്ല മാർക്സ് ആണ് അല്ലേ? സൂപ്പർ മാർക്സ്. റിഫ, സന്തോഷമായില്ലേ? നല്ല സന്തോഷമായി. അപ്പം നമ്മളുടെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ്. സുഖനിദ്രയ്ക്ക് 4 വിഷ് ബെഡ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ലഭിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു.